സമയം കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഒരു അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം കൂടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ക്ലീവരായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയത് കൊണ്ട് ഒരാഴ്ച കൂടി കർത്താവിനെ ഉയർത്തുവാൻ ഒരു വെള്ളിയാഴ്ച പ്രഭാതം ദൈവം നമുക്ക് എല്ലാവർക്കും ദാനമായി നൽകി. നമ്മുടെ യാത്രകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം നമ്മെ കരുതി, ജോലി മേഖലകളിൽ ദൈവം നമ്മെ സൂക്ഷിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെയൊക്കെ ദൈവം പരിപാലിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതകളെ ധ്യാനിക്കുന്ന ഒരിടമാണ് ആരാധന സ്ഥലം എന്നുള്ളത്. കർത്താവിനെ ഉയർത്തുവാൻ ഇന്ന് പകലും ദൈവം നൽകിയ ആരോഗ്യത്തിനായി ബലത്തിനായി കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത് എന്ന് ഏറ്റുപാടുവാൻ വരുന്ന ഒരാഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ജീവിക്കാനുള്ള കൃപ പ്രാപിച്ച് മടങ്ങുവാനുള്ള പരിശുദ്ധാത്മ ശക്തി എല്ലാ ദൈവമക്കളുടെ പേരും പരിശുദ്ധാത്മാവ് പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ ചില വേദഭാഗങ്ങളാണ് ഇന്ന് പകൽ ധ്യാനത്തിനായി വായിപ്പാൻ ആഗ്രഹിക്കുന്ന. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സസ് 15 and 16. 15-16 വാക്യങ്ങൾ ആ ചിന്തയ്ക്ക് ആസ്പദമായി വായിച്ച് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. 15-16 വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിക്കുമല്ലോ. പിന്നെ മോശ ഒരു യാഗപീഠം പണിതതിന് യഹോവ നിസി എന്ന് വളരെ പ്രാർത്ഥനയോടെ ദൈവവചനം എന്ന് പറയും നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കൊടിയായ കർത്താവിനെ മോശ ഉയർത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് ഇന്ന് പകൽ ധ്യാനത്തിനായി നമ്മൾ വായിച്ചത്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്ന എല്ലാ ദൈവിക നന്മകൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ 42 ഇടങ്ങളിൽ പാളയമടിച്ചു എന്ന് ചരിത്ര ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 42 ക്യാമ്പ്സ്. ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ, ഒരു ഇടത്താവളം എന്ന് പറയുമ്പോൾ, മേഘം എവിടെ നിൽക്കുമോ അവിടെ ഇസ്രായേൽ മക്കൾ പാളയമടിക്കും. മേഘം എപ്പോൾ പുറപ്പെടുമോ അപ്പോൾ അതിന്റെ പിന്നാലെ അവർ യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്താണ് ഒരു ശേഷിപ്പ് വാഗ്ദത്ത കനാനിലെത്തിയത്. ഈ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ 42 ഇടങ്ങളിൽ അവർ ടെന്റ് അടിച്ചു എന്ന് ദൈവത്തിന്റെ വചനം ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ വായിക്കും. അതിൽ ഒരു ടെന്റ്, ഒരു ക്യാമ്പായിരുന്നു രഫീദീം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു യാഗപീഠം പണിത് മോശ ദൈവത്തെ ആരാധിച്ചത്. രഫീദീം ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായി. ഒരു പക്ഷേ 42 പാളയങ്ങൾ നമ്മള് കുറച്ചും കൂടെ ആഴമായി പഠിക്കുമ്പോൾ അവിടെയെല്ലാം വ്യത്യസ്ത അനുഭവങ്ങളാണ് ജനത്തിനുണ്ടായത്. ഒരു പടി കൂടി കൂട്ടി പറഞ്ഞാൽ ഈ 42 പാളയങ്ങളിലും ജനം പഠിച്ച പാഠങ്ങൾ വ്യത്യസ്തമായി. സ്തോത്രം. ഒരു പാഠപുസ്തകത്തിന് 42 ചാപ്റ്ററുകൾ ഉള്ളതുപോലെ എന്റെ അഭിപ്രായത്തിൽ ഈ 42 പാഠങ്ങളും 42 അനുഭവങ്ങളാണ് അവരെ പഠിപ്പിച്ചത്. സ്തോത്രം. രഫീദീമിൽ അവർ പഠിച്ച പാഠത്തിന്റെ ഒരു നക്ഷൽ എന്താണെന്ന് ചോദിച്ചാൽ, ഏത് പ്രശ്നത്തിന് മുൻപിലും യാഗപീഠത്തിന്റെ മുൻപിൽ അതിനൊരു പരിഹാരമുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ പറയാം. ഈ രഫീദീമിലുള്ള പാളയത്തിന്റെ ക്രക്സ് എന്താ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഏത് പ്രശ്നങ്ങൾക്കും യാഗപീഠത്തിന്റെ മുൻപിൽ പരിഹാരമുണ്ട്. ഇന്ന് പകൽ നമ്മൾ അതാണ് ചിന്തിക്കാൻ പോകുന്നത്. അഭിഷേകത്തോടെ എന്ന് പറഞ്ഞ ഏത് പ്രശ്നത്തിനും മുൻപിലും പരിഹാരം യാഗപീഠത്തിന്റെ മുൻപിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ആ വാക്യം അന്വർത്ഥമാകുന്നത്. മോശ ഒരു യാഗപീഠം പണിതു. ദൈവത്തിന് സ്തോത്രം. ആ യാഗപീഠത്തിന് ഒരു പേരിട്ടു, യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിടുവാൻ ഇടയായി തീർന്നു. യാഗപീഠം ആരാധനയെ കാണിക്കുന്നു. യാഗപീഠം ദൈവത്തോടുള്ള ഉടമ്പടിയെ കാണിക്കുന്നു. യാഗപീഠം ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവുമായി ബന്ധമുള്ളവൻ പരാജയപ്പെട്ടു പോകയില്ല എന്നാണ് രഫീദീം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പരാജയങ്ങളെ ജയമാക്കി മാറ്റാൻ ഒറ്റ മാർഗം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി. ആ
ബന്ധത്തിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉണ്ടാകണമേ. ആ ബന്ധത്തിന് കുറച്ചും കൂടെ ഒരു ഊർജം ഉണ്ടാകണമേ. നമ്മെ പറ്റിച്ചു നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന, ആ ദൈവ സാന്നിധ്യത്തോട് ഒട്ടിച്ചു നിർത്തുന്ന ആ ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഇവിടെയും ചില ജയത്തിന്റെ കൊടികൾ ഉയരും. പ്രാർത്ഥനാ മേഖലകളിൽ ചില ജയത്തിന്റെ കൊടികൾ ഉയരും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഞാനത് വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ യാഗപീഠത്തിന്റെ മുൻപിൽ ജയമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഏടാണ് രെഫീദീം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ 17-ാം അധ്യായം മുഴുവൻ രെഫീദീമിൽ ജനം അനുഭവിച്ച അനുഭവങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ഒരുപക്ഷെ ഈ അധ്യായം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ, നമ്മുടെ ചിന്താ മേഖലകളിൽ ഒത്തിരി തവണ നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാന വിഷയങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. നിങ്ങളുടെ കൂടെ വരണം എന്ന് ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വെള്ളമില്ലാതെ ജനം പിറുപിറുത്ത സ്ഥലമാണ് രെഫീദീം എന്ന് പറയുന്നത്. രണ്ട്, ജനത്തിന് യുദ്ധം നേരിട്ട സ്ഥലമാണ് രെഫീദീം എന്ന് പറയുന്നത്. ഈ രണ്ട് അനുഭവങ്ങളിലൂടെയാണ് രെഫീദീമിൽ ദൈവം തന്റെ ജനത്തെ നടത്തിയത്. ഒന്ന്, വെള്ളമില്ലാതെ ജനം പിറുപിറുത്ത സ്ഥലമാണ് രെഫീദീം. രണ്ട്, ജനത്തിന് അമാലേക്കരുമായി യുദ്ധം നേരിട്ട സ്ഥലമാണ് രെഫീദീം എന്ന് പറയുന്നത്. ഈ രണ്ട് അനുഭവങ്ങളാണ് ദൈവത്തിന്റെ സ്തോത്രം ഒരു ജയത്തിന്റെ കൊടിയായി മാറുവാനിടയായി തീർന്നത്. ഒരു ജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു പരാജയം ഉണ്ടായെന്നല്ലേ? മനസ്സിലായോ? ഒരു ജയം ഉണ്ടായി എങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ടായി? പക്ഷെ ആ പരാജയത്തെ യാഗപീഠത്തിന്റെ മുൻപിൽ ദൈവം ഒരു ജയമാക്കി മാറ്റി. പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ ദൈവം അതൊരു സ്തോത്രം. 4 മാസങ്ങൾ നമ്മെ വിട്ട് പോകാൻ തുടങ്ങിയ ഈ 4 മാസത്തിൽ നമ്മൾ തോറ്റുപോയ, പരാജയപ്പെട്ടു പോയ, വീണുപോയ, ക്ഷീണിച്ചു പോയ ഒത്തിരി മേഖലകളുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഈ വചനം പറയാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ ആ പരാജയങ്ങളെല്ലാം ജയമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം ആരാധിക്കുന്ന ജനത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ തോൽവികളെ, നിന്റെ നിരാശകളെ, നിന്റെ വേദനകളെ, നാടുകളെ ഒരു ജയമാക്കി മാറ്റാൻ ആരാധനയുടെ യാഗപീഠത്തിന്റെ മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. യഹോവ നിസ്സി. പരാജയം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പരാജയം നമ്മളെ അപമാനിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞുള്ള പ്രതിസന്ധിയിൽ നിന്ന് ഗൾഫ് മേഖല കരകയറാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. സ്തോത്രം. ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ തോറ്റിട്ടില്ല. നിങ്ങൾ കേട്ടായിരുന്നോ? ഒന്ന് ചിരിക്കെങ്കിലും ചെയ്തൊരു പിരിമുറുക്കത്തോടെ, എന്റെ മുഖം കണ്ടെങ്കിലും ഒന്ന് ചിരിച്ച് പിരിമുറുക്കത്തോടെ ഇരിക്കില്ല കേട്ടോ. വളരെ ഫ്രീ ആയി ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുള്ള മനസ്സോടെ. ട്രംപ് ഇത് പറയുന്നതോ അപ്പുറത്തും അവര് പറയുന്നു, ഞങ്ങളും എന്ത് ചെയ്തിട്ടില്ല. ആർക്കും തോൽവി സമ്മതിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്ത്? തോൽവി എന്ന് പറഞ്ഞാൽ നാണക്കേടാ, അപമാനം. അതുകൊണ്ടാണ് സമ്മതിക്കാതെ. വേറെ കുഴപ്പമുണ്ടായിട്ടല്ല. തോറ്റെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സത്യമല്ലേ? തോൽവി എന്താ? ഒരു അപമാനമാണ്, അതൊരു നിന്ദയാണ്, അതൊരു ഞരക്കമാണ്. അവിടെ നമ്മുടെ തല താഴും, അവിടെ നമ്മുടെ മനസ്സ് വേദനിക്കും, അവിടെ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. തോറ്റുപോയ ഒത്തിരി പേര് ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. സ്തോത്രം, സ്തോത്രം. നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാൻ ഒരു ദൂതുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ചിലപ്പോൾ ജോലിയിലാകാം, ചിലപ്പോൾ ഭാവി വിഷയങ്ങളിലാകാം, ചിലപ്പോൾ പ്രാർത്ഥന മേഖലകളിലാകാം. അയ്യോ, ഞാൻ പരാജയപ്പെട്ടു പോയോ എന്ന് നീ ചിന്തിച്ച മേഖലകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ആ നിന്ദയെ മാറ്റി, അപമാനത്തെ മാറ്റി, നിന്റെ തല ഉയർത്തി അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേൽ പകർന്ന് ഒരു അസാധാരണ ധൈര്യം നിനക്ക് നൽകി യഹോവ നിസ്സി എന്ന് പറയത്തക്ക നിലയിൽ ആ തോൽവികളെ വിജയമാക്കി തീർക്കാൻ നിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കരമുണ്ട്. സ്തോത്രം. എന്താ നിന്റെ ജീവിതത്തിലെ മാറ്റത്തിന് കാരണം? മറ്റൊന്നുമല്ല, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സോ, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയോ, നമ്മൾ മേടിക്കുന്ന സാലറിയുടെ ഫലമോ അല്ല. നിന്റെ മുൻപിൽ ഒരു യാഗപീഠമുണ്ട്. ഒരു ദൈവവേദന്റെ വിജയം യാഗപീഠത്തിന്റെ മുൻപിലാണ്, ആരാധനയുടെ മുൻപിൽ. അങ്ങനെ ഈ ആരാധനയിൽ ഒരു ജയമുണ്ട്, ആരാധനയിൽ ഒരു നിസ്സിയുണ്ട്. ഇന്ന് പറയുന്നത് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ജയത്തിന്റെ കൊടി
പ്രത്യാശയുള്ളത് നിനക്കൊരു ദൈവമുള്ളത് കൊണ്ടാണ്, നിനക്കൊരു ഉടയവനുള്ളത് കൊണ്ടാണ്. നീ തകർന്നു പോകാതിരിക്കുന്നത് നിന്റെ മുൻപിൽ ഒരു യാഗപീഠമുള്ളത് കൊണ്ടാണ്. ഓ, രക്തം ജയമെടുക്കുകയാണ്. നീ വീണ് പോകാതിരിക്കുന്നത്, നീ യോഗം മുടക്കാതിരുന്നത്, നീ നിരാശനായി തീരാതിരുന്നത്, നിന്റെ ഭവനത്തിനകത്ത് ചടഞ്ഞുകൂടാതിരുന്നത്, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ഉടമ്പടിയുണ്ട്. ഹല്ലേലൂയ. എത്ര നിരാശപ്പെട്ടിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള കരുത്ത് എവിടെയൊക്കെയോ നിന്റെ മേൽ വ്യാപരിക്കുന്നത്. നിനക്കൊരു ബന്ധമുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. ഓ, നിന്റെ മുൻപിൽ ഒരു യാഗപീഠമുണ്ട്. അങ്ങനെയെങ്കിൽ ആ യാഗപീഠത്തിന്റെ മുൻപിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു യാഗപീഠമുണ്ട്, ഇവിടെ ഒരു ആരാധനയുണ്ട്. ആരാധന സ്വീകരിക്കാൻ ഒരാൾ നമ്മുടെ മധ്യത്തിലുണ്ട്. മാറത്ത് പൊൻകച്ച കിട്ടിയവനായി 7 നെലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് നിൽക്കുന്ന ഒരു തേജോമേനെ ആത്മാവിൽ കണ്ട് ആരാധിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്. എനിക്ക് ആ കർത്താവിന്റെ സാന്നിധ്യമം അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. പരാജയങ്ങളുടെ മുൻപിലും നമ്മൾ തോറ്റുപോകാതിരിക്കുന്നത് നമുക്കൊരു യാഗപീഠമുണ്ട്, നമുക്കൊരു ആരാധനയുണ്ട്, പോരാ നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ഞാൻ ആ ചിന്തകളിലൂടെ ഇന്ന് പകൽ നിങ്ങളുടെ ബുദ്ധിയെ, ചിന്താമണ്ഡലങ്ങളെ ഒന്ന് കൊണ്ടുപോകട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രതിസന്ധി ജനം അനുഭവിച്ചത്, ദൈവത്തിന് സ്തോത്രം, വെള്ളമില്ലാതെ അവർ വല്ലാതെ ഭാരം. ഇസ്രായേൽ മക്കളെ ഈ ക്യാമ്പ് ചെയ്ത് 40 വർഷം യാത്ര മരുഭൂമിയിലൂടെ നടത്തി ദൈവം കൊണ്ടുവന്നപ്പോൾ അവരുടെ മുൻപിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ തർക്കമില്ല, ചെങ്കടലിനെ 2 ആക്കി മാറ്റി, അതിനകത്തൊരു ഉണങ്ങിയ വഴി ഒരുക്കി, വാക്തത്വമുള്ളവനെ അക്കരെ എത്തിച്ചു, പിടിക്കുമെന്നും പിന്തുടരുമെന്നും കൊള്ള പങ്കിടുമെന്നും എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കുമെന്നും പറഞ്ഞവനെ ആ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ് തന്റെ ജനത്തിന് ദൈവം വിടുതൽ നൽകുവാനിടയാക്കി. ഇത് ലോക ചരിത്രത്തിലെ ഒരു അത്ഭുതമായി ഇന്നും നിലനിൽക്കുകയാണ്. One of the greatest miracles that has happened in the world. ഏറ്റവും വലിയൊരു ചരിത്ര സംഭവം. എനിക്ക് തോന്നുന്നു ഈ പാളയങ്ങളുടെ യാത്രകളുടെ കണക്ക് നമ്മൾ എടുക്കുമ്പോൾ അവരുടെ യാത്രയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ സംഭവിച്ച ഒരു അത്ഭുതമാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു അത്ഭുതം തുടക്കത്തിലെ കാണിക്കാൻ കാര്യം, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം കരുത്തനായ ദൈവമാണെന്ന്. സ്തോത്രം. ഇത് ലാസ്റ്റ് അല്ലേ കാണിച്ചത്, ഇത് തുടക്കത്തിൽ തന്നെ. എന്റെ ചിന്ത, ഇത് തുടക്കത്തിൽ കാണിക്കാൻ കാര്യം, ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം അവർക്ക് കാണാനില്ല, ഇതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നും അവർക്ക് അനുഭവിക്കാനില്ല. അവരുടെ കണ്ണുകൊണ്ട് ദൈവം അതിനെ കാണിക്കാൻ കാര്യം, മോനെ നാളുകളിലും വെല്ലുവിളികളുണ്ട്, പക്ഷെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് അരുളി ചെയ്ത ആ നാമം നിന്നോട് കൂടെ ഏത് വെല്ലുവിളികളുടെ മുൻപിൽ ഉണ്ടാകുമെന്നുള്ള ഗ്യാരണ്ടി ആയിരുന്നു. തുടക്കത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യുവാനിടയായത്. ഇവർ പാടിയവരാ, ഇവർ ദൈവത്തെ സ്തുതിച്ചവരാ. മിര്യാമിനോട് ചേർന്ന് തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച സമൂഹത്തെ മാറയെ മധുരമാക്കി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി വാഗ്ദത്തം ചെയ്ത് ദൈവം അവരെ രഫീദീമിലേക്ക് നയിക്കുമ്പോൾ ഇന്നലകൾ അവർ പഠിച്ച ഒരു പാഠമുണ്ട്, കൈപ്പിനെ മധുരമാക്കി തീർക്കുന്ന ദൈവം. ഈ പാഠമെല്ലാം പഠിച്ച് അവർ രഫീദീമിലെത്തിയത്. ചില ക്ലാസ്സുകളൊക്കെ പാസ്സായിട്ടാണ് ഇവരോട് എത്തിയത്, ചില പാഠങ്ങളൊക്കെ പഠിച്ച് ഇവർ രഫീദീമിലെത്തിയത്. അപ്പം മാറയിലെ പ്രശ്നം വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ കൈപ്പായിരുന്നു. രഫീദീമിലെ പ്രശ്നം വെള്ളമില്ല. സ്തോത്രം. ഏതാ വലിയ പ്രശ്നം? സ്തോത്രം. മരുഭൂമിയിൽ ജലത്തിന് ഏറ്റവും ആവശ്യം എന്തോ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ? അപ്പൊ നമുക്ക് ഖത്തറിൽ വന്നു, നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ വേണം? വെള്ളം. ഖത്തറിൽ വന്നു, നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ വേണം? പിടിച്ചു നിൽക്കാൻ ഒന്ന് ഒരു ജോലി വേണം. അത്ര മതിയോ? കൊച്ചു വീട് വേണം. മറ്റെന്തെങ്കിലും? എല്ലാവരും ഉറക്കത്തിലാണ്. പിള്ളേരൊക്കെ പകുതി മയക്കത്തില്ല, പക്ഷെ വലിയവരും ശമ്പളം വേണം. കറക്റ്റ്. വേണം യാത്ര ചെയ്യാനുള്ള
അത്യാവശ്യ വാഹനം ഇല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള ഒരു അത്യാവശ്യ സൗകര്യം, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഉണ്ടോ? സത്യം പറഞ്ഞ ഒരു കമ്പനി അതിനൊക്കെ ആവശ്യമായത് ചെയ്യണം അല്ലേ? അത്യാവശ്യമുള്ളത് ചെയ്യണം. ഈ വെള്ളം പോലും ഇല്ലാത്തടത്താ കൊണ്ടുവരുന്നത് ദൈവത്തിന് അറിയില്ലേ? അപ്പൊ മണ്ടനാരാ? സ്വതന്ത്രം. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇപ്പൊ ആരാധനയ്ക്ക് ഹോളിൽ വരിക, കസേരയില്ല, AC ഇല്ല, മാറ്റില്ല, ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആരാധിക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കും, പാസ്സൊക്കെ അറിയത്തില്ല ഇതൊന്നും. ആരാധിക്കാൻ എന്ത് വേണം? അല്ലെ മുന്നിൽ നിൽക്കുന്നവരെ പിടിക്കും. AC വേണമെന്ന് നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം ഒന്ന് കേടാവട്ടെ. നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ കഴിഞ്ഞ ആഴ്ച നന്നാക്കണമെന്ന്. കാരണം നമുക്ക് എന്ത് വേണം? നമുക്ക് അത്യാവശ്യം മാറ്റമൊക്കെ വേണം, അത്യാവശ്യം കസേരയൊക്കെ വേണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ വിളിച്ചാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? ഇതുപോലെ ഇസ്രായേൽ മക്കളും പ്രതികരിച്ചു. ബേസിക് ആയ കാര്യം ഇല്ലാതെ ദൈവം ഇവിടെ കൊണ്ടുവന്നേ. ആർക്കാ തെറ്റ് പറ്റി? ജനത്തിനാണോ? വിളിച്ചിറക്കിയ നിങ്ങളെ ബുദ്ധിപൂർവ്വം നിൽക്കുക അവിടെയില്ല. ദൈവത്തെ പറഞ്ഞ അതിനേക്കാൾ വലിയ കുറ്റം ഇസ്രായേൽ മക്കളെ പറയാനും പറ്റില്ല. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ നിൽക്കുക. ശരിക്കും ആരാ കുറ്റക്കാരൻ? സ്തോത്രം. വചനം ശരിക്കും പഠിച്ചാൽ ദൈവമല്ലേ കുറ്റക്കാരൻ? അല്ലെങ്കിൽ ബേസിക് ഫെസിലിറ്റി പോലും ഇല്ലാതാണ്. ഇവരുടെ കണ്ണുകൊണ്ട് ഇവർ പരതി, പക്ഷെ വെള്ളമൊന്നും. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, പാറയ്ക്കകത്ത് ഇത്രയും ലക്ഷക്കണക്കിന് ജനത്തിന് വേണ്ട എത്രയോ ലിറ്റർ കണക്കിന് വെള്ളം ഒരുക്കിയിട്ടാണ്. പക്ഷെ അതൊന്നും മറച്ചു വെക്കാൻ കാര്യം ഇവരുടെ സ്വഭാവം എന്താന്ന്. ചിലതൊക്കെ ദൈവം ഒരല്പസമയത്തേക്ക് എന്ത് ചെയ്യും? മറച്ചു ഹോൾഡ് ചെയ്യും. ആ വാക്കാ നല്ലത്. ഒന്ന് ഹോൾഡ് ചെയ്യും. എല്ലാവരും ഇവിടെ ഉണ്ടോ? എന്താ ഹോൾഡ് ചെയ്യുന്നതിന്റെ പ്രത്യേകത? നമ്മൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാം. ദൈവം നമ്മുടെ സ്വഭാവം മാറുവോ, മോഭാവം മാറുവോ, വാക്ക് മാറുവോ, സംസാര ശൈലി മാറുവോ എന്നൊക്കെ അറിയണമെങ്കിൽ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ വെള്ളമിട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ സ്വഭാവം എപ്പം മാറുമെന്ന്. സ്തോത്രം. ശരിക്കുള്ള ചില ഹോൾഡുകൾ വന്നാൽ രക്തത്താൽ ജയമെടുക്കുകയാണ്. നമ്മുടെ രീതി തന്നെ, നമ്മുടെ ശൈലി തന്നെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഈ ഐക്യതയോടെ നിൽക്കാനുള്ള കാര്യം ദൈവം ഇത്രയും നാളും കൊണ്ടുവന്നോണ്ടാ. സ്തോത്രം. ആദ്യമൊക്കെ ഭയങ്കര ഐക്യതയായിരുന്നു. കാരണം എതിരൊരാൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തുണ്ട്? ആദ്യമൊക്കെ എന്തോ സ്നേഹമായിരുന്നു, എന്തോ ഐക്യത. കാരണം ഇടിക്കാൻ അപ്പുറത്ത്. ഇപ്പോഴോ ദൈവം നിർത്തി, വളർത്തി, പണിതു. ഇഷ്ടമാണോ? ഹലോ, ഒരു ഐഡന്റിറ്റി ഒക്കെ തന്നു, ഒരു മാന്യത തന്നു. ശക്തമായി പ്രാർത്ഥിച്ചോ. പിശാച് ജയമെടുക്കുന്ന ഒരു മേഖലകളും ഉണ്ടോ? ഉണ്ടാകരുത്. രക്തം ജയമെടുക്കുക. ഒന്നിച്ചേർന്ന് എന്തിനാദ്യം ഐക്യതയോടെ? ആരെങ്കിലും കാണിക്കാനാണോ? ചിലത് തെളിയിക്കാനായിരുന്നോ? അതോ ദൈവസ്നേഹമാണോ നമ്മളെ ബന്ധിച്ചത്? ദൈവസ്നേഹമാണോ അതിന് നമ്മളെ ഒന്നിപ്പിച്ചത്? ആരാധനയ്ക്കുള്ള വാഞ്ചയാണോ നമ്മളെ ഒന്നിപ്പിച്ചത്? ദൈവത്തോടുള്ള സ്നേഹമാണോ നമ്മളെ ഒന്നിപ്പിച്ചത്?
അതിനകത്ത് ശത്രു കളം വിതയ്ക്കരുത്. അതിനകത്ത് ശത്രു അവകാശം പറയരുത്. ഇന്ന് പകൽ ദൈവത്തിന്റെ എളിയ ദാസൻ എന്നുള്ള നിലയിൽ ഒരു നിയോഗം പോലെ പരിശുദ്ധാത്മാവ് സഭയോട് പറയുക, ഇതിനകത്ത് കള വിതയ്ക്കാൻ, ഇതിനകത്ത് അവകാശം പറയാൻ, ഇതിന്റെ ആത്മീക സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ദുഷ്ടമുഖങ്ങളെയും അനുവദിക്കരുത്. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് പറഞ്ഞ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ ഒരു ചാട്ടുപൊളി പോലെ കുത്തിക്കയറുക. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അഭിഷേകമുള്ളവർ ചേർന്നെന്ന് പറഞ്ഞ് ഞാൻ എന്റെ സഭയെ പണിയും, ഞാൻ എന്റെ സഭയെ പണിയും. അത് ഞാൻ പറഞ്ഞതല്ല, വചനം നൽകുന്ന ഗ്യാരണ്ടിയാണ്. പിശാചിന്റെ ദുഃഖങ്ങളെ ഒടിക്കുന്ന, അവന്റെ പദ്ധതികളെ തകർക്കുന്ന, അവന്റെ ആയുധങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു അഭിഷേകമാണ് ഈ ഹോളിനകത്ത് വ്യാപരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പടക്കൂട്ടത്തിന് നേരെ ഭാവിയിലും എന്റെ ദൈവത്തെ മതിൽ സ്തോത്രം, സ്തോത്രം. ഇവരുടെ മുഖഭാവം മാറി, അവരുടെ ശൈലി മാറി. ദൈവം അറിയാതാണോ ഇവിടെ കൊണ്ടുവന്നത്? ദൈവത്തോട് പിറുപിറുക്കുന്ന അനുഭവങ്ങൾ. ആ 17-ാം വാക്യത്തിൽ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പദമുണ്ട്. അവർ കലഹിച്ചു എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. They quarreled against God and Moses. മോശയോടും ദൈവത്തോടും കലഹിക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവത്തിന് മഹത്വം. വല്ലാത്തൊരു പ്രതിസന്ധി രൂപപ്പെടുക. പക്ഷെ അവിടെ ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു പാഠമുണ്ട്. മാറയെ മധുരമാക്കാൻ മാത്രമല്ല, ശൂന്യതയിൽ നിന്ന് ചിലതിനെ ഉളവാക്കാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ എനിക്ക് കഴിയുമെന്ന് ജനത്തെ എന്ത് ചെയ്യുകയാണ്? ദൈവോടെ പഠിപ്പിക്കാൻ തുടങ്ങിയ രഫീദിന്റെ ഏറ്റവും വലിയ ദൈവത്തിന്റെ സ്തോത്രം ചിന്താ വിഷയം എന്താ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ എനിക്ക് കഴിയുമെന്ന് ജനത്തെ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവർ പെറുപെറുത്തു, അവര് കലഹിച്ചു. എന്തൊക്കെ പറഞ്ഞെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഞാനിങ്ങനെ ചിന്തിക്കുക, അവർ പറഞ്ഞ വാക്കുകളൊക്കെ ബൈബിൾ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ ഈ പുസ്തകം തന്നെ എന്ത് ചെയ്യത്തില്ല. എന്നെ കൂടെ നിങ്ങളുണ്ടോ? അവർ തമ്മിൽ പറഞ്ഞത്, അവർ മോശയോട് പറഞ്ഞതും ഒക്കെ എഴുതി വച്ചിരുന്നെങ്കിൽ, നമ്മൾ പറഞ്ഞതൊക്കെ ദൈവം എഴുതി വെച്ചിരുന്നെങ്കിൽ. സ്തോത്രം. ഒറ്റ വാക്കി മോശ അത് ഒതുക്കി, അവർ കലഹിച്ചു. സ്തോത്രം. ഈ കലഹം എന്ന് പറയുമ്പോൾ മോശയെ തീർത്ത് കളയുന്ന പറഞ്ഞതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. എന്ത് ചെയ്യും? ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. വേണമെങ്കിൽ അടക്കത്തിന്റെ ഡേറ്റും അവരെന്ത് ചെയ്ത് കാണും. സ്തോത്രം. നമ്മളിൽ ആരടക്കം നടത്തണമെന്നും എന്റെ കൂടെ നിങ്ങളോട്ട് സ്തോത്രം. ഈ ഒത്തിരി തവണ മോശയെ കല്ലെറിയാനും തീർത്ത് കളയാനും അവർ കല്ലെടുത്തു. ഒത്തിരി തവണ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അടക്കം അവര് തീരുമാനിച്ചു കാണും, ടൈമും അവര്. സ്തോത്രം. അതുകൊണ്ടാ ദൈവം തീരുമാനിച്ചു ശരീരം ആർക്കും കൊടുക്കത്തില്ല. ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, മോനെ നിന്നെ അടക്കാൻ ഒത്തിരി പേര് പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ശരീരം അവർ അടക്കാൻ കൊടുക്കുന്നില്ല. ദൈവവും ദൂതന്മാരും നേരിട്ട സന്തോഷമുണ്ട്. ഇന്നലെ കൂടി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പലതവണ തീരുമാനമെടുത്ത് ടൈമും ചാർട്ട് ചെയ്തു, പ്രോഗ്രാമും ചാർട്ട് ചെയ്തു, അധ്യക്ഷനെയും തീരുമാനിച്ചു. അതുകൊണ്ടാണ് ദൈവം ഉറച്ച തീരുമാനം എടുത്തത്, ഈ ശരീരം ആർക്കും രക്തത്താല് ജയമെടുക്കുക, രക്തത്താല് ജയമെടുക്കുക, രക്തത്താല് ജയമെടുക്കുക. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലല്ല ദൈവം പ്ലാൻ ഇടുന്നത്, മനുഷ്യൻ പദ്ധതി ഇടുന്നത് പോലല്ല ദൈവം നമ്മെ നയിക്കുന്നത്. എപ്പോഴും ഓർത്തോണം, മനുഷ്യന്റെ പദ്ധതികൾക്ക് പരിമിതിയുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമുണ്ട്? നിങ്ങളുടെ സ്ഥാപനത്തിൽ ആര് നിങ്ങൾക്കെതിരെ എന്ത് പറഞ്ഞാലും, നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഏതൊരു വ്യക്തി ഒരു വാക്ക് പാസാക്കിയാലും, നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം,
വിളിച്ചത് ദൈവമാണ്, വിളിച്ചത് ദൈവമാണ്. ഇന്ന് പകൽ അഭിഷേകത്തോടെ ആത്മാവിന്റെ നിറവിൽ നിങ്ങളുടെ ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് ഈ ലോകത്താരുമല്ല. നിങ്ങളെ വിളിച്ചു പറ്റിയ ഒരു ദൈവമുണ്ട്, അവനാണ് പദ്ധതിയിടുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ മോശയുടെ മേൽ ദൈവം പകർന്ന ഒരു അഭിഷേകം എത്ര വലിയത്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാര്യം, ഇവിടെ ഒരു 3-4 പേര് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു പോകും. പക്ഷേ ഈ 25-30 ലക്ഷം ജനങ്ങൾ കലഹിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുക, അതിലവർ ഒറ്റക്കെട്ട, എന്നിട്ടും ഒരു ഞരമ്പ് പോലും പൊട്ടിയില്ല. ബി.പി കൊടുപ്പോഴാ എന്ത് വരുന്നത്? മെഡിക്കൽ ഫീൽഡിലുള്ളവരെങ്കിലും എന്നോടെന്തോ ദേഷ്യപ്പെട്ടിരിക്കുന്നവരെ ബി.പി വളരെ ഹൈ ആകുമ്പോഴേ എന്ത് വരുന്നത്? ഇത്രയും പ്രഷർ ആ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയിട്ട് ഒരു ഞരമ്പിന് 120 വയസ്സായപ്പോഴും നല്ല പയർ പോലെ നിന്ന എന്നുവെച്ചാൽ ഈ പ്രശ്നങ്ങളുടെ മേലൊക്കെ അതിജീവിക്കാനുള്ള ഒരു വലിയ ആവശ്യം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചു പോകും. അത് അഭിഷേകത്തിന്റെ തലമല്ല. അവിടെയാ ദൈവം നമ്മളെ. സ്തോത്രം. എന്റെ അഭിപ്രായത്തിൽ 2 പേര് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലും നമ്മളും വളരത്തുള്ളൂ. അതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? സ്തോത്രം. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപിക ഇങ്ങനെ പഠിപ്പിച്ചു വന്ന കൂട്ടത്തിൽ ഒരു അനുഭവം പറഞ്ഞു. അപ്പം ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഈ MD ഒക്കെ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വലിയൊരു സംഭവമാണ്, നിങ്ങൾ ആരാണ്, കാരണം ബൈബിളൊക്കെ കീഴടക്കി ഇങ്ങനെ നല്ല തേജസ്സോടെ പുറത്തു വരും. ഇപ്പം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു സഭയിലിടും. ആ സഭയിൽ ചെല്ലുമ്പം എന്റെ വാക്കല്ല, ആദിവാസിയുടെ വാക്ക്, 2 കോടാലിയിലെ ഉറപ്പായിട്ട് അതിനകത്ത്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ ആ പ്രായത്തിന്റെ തിളപ്പിൽ, ആ പഠിത്തത്തിന്റെ തിളപ്പിൽ ഇവരെയൊക്കെ ഒതുക്കാം. ചുമ്മാ അവർ ഒതുക്കത്തുമില്ല. സ്തോത്രം. നമ്മൾ വചനം കൊണ്ട് വെട്ടും, നമ്മൾ തിയോളജി കൊണ്ട് വെട്ടും, അവിടെ ഒട്ടും. അത് സ്തോത്രം. അവിടെ എപ്പോഴും ഓർത്തോണം, വീട് കിടന്ന് കരഞ്ഞോ. നമ്മൾ പഠിച്ചത്, നമ്മൾ പ്രാവർത്തികമാക്കിയത് ഒന്നും നമുക്ക് എന്താവുന്നില്ല. ഈ 2 കോടാളിയിൽ അവിടെ ഇട്ടേക്കുന്നതിന്റെ കാര്യം നീ വളരാനാണ്. എന്നാലേ നീ എന്ത് ചെയ്യത്തുള്ളൂ? കരയത്തുള്ളൂ. എന്നാലേ നീ ഉടയപ്പെടത്തുള്ളൂ. അത് പാസ്റ്ററുടെ കാര്യമല്ല. ഇതെന്തിനാ ഇവിടെ പ്രസംഗിക്കുന്നത്? നമുക്കും ഉണ്ട് ചിലത്. അത് ഉറപ്പായിട്ട് വീട്ടിനകത്തോ ഓഫീസിനകത്തോ നിശ്ചയമായിട്ടും ദൈവം. നിങ്ങൾ അവരെ ഒതുക്കാൻ നോക്കിയിട്ടില്ലേ? നമ്മൾ ക്ഷീണിച്ചതല്ലാതെ. ഇപ്പം എന്റെ കൂടെ വരുന്നു സത്യമല്ലേ? നമ്മളവരെ ഇപ്പൊ പ്രാർത്ഥിച്ച് ബന്ധിക്കാന്ന് വെച്ചു. പക്ഷെ ഒരു പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കും. ഈ പെനീനെ കുത്തുന്നത് പോലെ. കറക്റ്റ് യോഗത്തിന് പോകുമ്പോഴായിരിക്കും എന്റെ കൂട്ടത്തിലുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് പേരെ ദൈവം ഒരുക്കിയേക്കുന്നത്. അവിടെയാണ് നമ്മൾ കരയുന്നത്. അവിടെയാണ് നമ്മൾ നമുക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, ഇത് നിൽക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം ഉണ്ടാകുന്നത്. ക്ഷമിക്കാൻ പഠിക്കുന്നത്, സഹിക്കാൻ പഠിക്കുന്നതൊക്കെ എവിടെ? എന്റെ കൂടെ ഉണ്ടോ? സ്നേഹത്തോടാണോ? നമ്മുടെ ഓഫീസിൽ ആരെങ്കിലും എന്തേലും പറഞ്ഞ് നമ്മുടെ മാനേജറോ നമ്മുടെ മുകളിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ക്ഷമിക്കും, അല്ലേ? കടിച്ചു പിടിച്ചാലും ആ ദേഷ്യം സഹിക്കോ? സഹിക്കും. സഭയിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാലും
എന്താ പറ്റാത്ത? അടിച്ചു പിടിച്ചിരിക്കുന്നൊക്കെ എവിടെ പോയി? ഹലോ പാസ്റ്റർ, ഞാൻ അടുത്ത ആഴ്ച മുതൽ യോഗത്തിന്. അപ്പോഴേ ആ ചൊറിയുമ്പോഴേ നമുക്കറിയാം ഞാൻ അടുത്ത ആഴ്ച മുതൽ അല്പം മാനസിക ഭാരത്തിലൊക്കെ. ഇതെന്താ ഓഫീസിൽ ചെലവാകുന്നത്? പോട്ടെ, വീട്ടിൽ ചെലവാകുമോ? അന്ന് ആളെ മാറ്റാമെന്ന് വിചാരിക്കും. പറ്റുമോ? എനിക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല, അതുകൊണ്ട് ഈ ആളെ ഇങ്ങോട്ട് വന്നാ മതി. പറ്റില്ലല്ലോ. പറ്റുമോ? പിന്നെ എന്താ സഭയിലേക്കാത്ത? ഓഫീസിൽ പറ്റും, വീട്ടിൽ പറ്റും. എന്താ പറ്റാത്ത? എന്താ പറ്റാത്ത? പറയാം. ഇവിടെ എന്തും നടക്കുമെന്ന് ചെറിയ കയ്യിൽ തരാതെ പലരും പോവോ? അതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് പറയേണ്ടത് എന്റെ ദൗത്യം. എന്താ ഇവിടെ പറ്റാതെ? അവിടെയാണ് നമ്മൾ മെരിക്കപ്പെടുന്നത്, അവിടെയാണ് നമ്മൾ ഒരുക്കപ്പെടുന്നത്. നമ്മൾ ഒരുക്കപ്പെട്ടാലേ കർത്താവിന്റെ പണി നമ്മളകത്ത് എന്ത് ചെയ്യത്തുള്ളൂ. ഈ പ്രതിസന്ധിയുടെ മുൻപിലൊക്കെ മോശ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം, നെടുമ്പാട് വീണ് ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു, കർത്താവേ, എന്നെ കൊണ്ട് ഈ വിഷയം സോൾവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കരം പ്രവർത്തിക്കുന്ന ചലിക്കുന്ന ഒരു കരമുണ്ട്, എന്നെ വിളിച്ചിറക്കിയ ഒരു കരമുണ്ട്, എന്റെ കയ്യിൽ വടി തന്ന ഒരു കരമുണ്ട്, എന്റെ കയ്യിൽ അധികാരം തന്ന ഒരു കരമുണ്ട്. അവിടെ നമ്മൾ ഷേപ്പ് ചെയ്യപ്പെടുകയാണ്, അവിടെ നമ്മൾ മോൾഡ് ചെയ്യപ്പെടുകയാണ്, അവിടെ നമ്മൾ ഒരുക്കപ്പെടുകയാണ്. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, യാഗപീഠത്തിന് മുൻപിൽ വീണ് കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അതൊന്നും തിന്മയ്ക്കല്ല, അതൊന്നും പരാജയത്തിനല്ല, അതൊക്കെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. കഴിഞ്ഞ ദിവസം ബെൻസബാസ് പറഞ്ഞൊരു അനുഭവം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് സഭയുടെ ചാർജ് എടുത്ത് തന്റെ വിഷം പറയുക സഭയില്. സ്തോത്രം. അപ്പം 500 പേരുള്ള സഭയായിട്ട് എന്ത് ചെയ്യണം? വളരണം. ഒരാള് ഒരു മൂപ്പൻ എഴുന്നേറ്റ് പറഞ്ഞു, താനിവിടെ സഭയൊന്നും വളർത്തണ്ട. സ്തോത്രം. താനിവിടെ അത് മതി, നമ്മുടെ ഉള്ള ബലവും. ശ്രദ്ധിച്ചില്ലെന്തോ? ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ ഉള്ള മോട്ടിവേഷൻ മൊത്തം തീരെ താനിവിടെ അവിടെ നിന്നത്, അവിടെ വളർന്നത്, അവിടെയാ ദർശനം. ഇന്ന് നമ്മളത് കണ്ണുകൊണ്ട് കാണുക. ആ ദർശനം ദൈവം നിൽക്കാൻ തയ്യാറാണോ? യാഗപീഠത്തിന് മുൻപിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ദൈവജനത്തോട് പറയാം, നിർത്താൻ ദൈവം വിശ്വസ്തനാണ്. ഈ യാഗപീഠം ഒരു തോൽവിയല്ല, ഇത് യഹോവ നിസ്സിയാണ്. സ്തോത്രം, സ്തോത്രം. കരയുന്നവരുടെ മുൻപിൽ, പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ ദൈവം നൽകുന്ന ഒരു ഉറപ്പുണ്ട്, യഹോവ നിസ്സി, ജയത്തിന്റെ കൊടി. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത്, ചില വ്യക്തികൾക്കകത്ത് ആ ജയത്തിന്റെ കൊടി ഉയരുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. നിന്നെ ക്ഷീണിപ്പിച്ച, നിന്നെ തളർത്തിയ, നിന്നെ ബന്ധിച്ച, നിന്നെ മാനസികമായി പരാജയപ്പെടുത്തിയ മേഖലകളിലാണ് ദൈവത്തിന്റെ കരം ചലിക്കേണ്ടത്. പ്രാർത്ഥിക്കണം, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കണം. നീ തോറ്റു പോകേണ്ടവനല്ല, നീ പരാജയപ്പെട്ടു പോകേണ്ടവനല്ല, നീ വിജയിക്കേണ്ടവനാ. അയ്യോ, മോശയോട് പറഞ്ഞതിന്റെ കയ്യിൽ എന്താ തന്നേക്കുന്ന പടിയ, ആ വടിയുമായിട്ട് പൊക്കോ, പാറയുടെ മുകളിൽ ഞാൻ നിൽക്കും. ദൈവത്തിന്റെ സ്തോത്രം. നീ ആ പാറയെ അടിക്കണം. ഈ ജനത്തിന് ആവശ്യമായതൊക്കെയും ഞാൻ എന്ത് ചെയ്യും? നൽകി കൊടുക്കും. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ആ വെള്ളമൊക്കെ കുടിച്ച് തൃപ്തരായി നിന്നപ്പോഴാണ് അമാലേക്കർ യുദ്ധത്തിന് എന്ത് ചെയ്തത്? ഒരു സന്തോഷം അങ്ങോട്ട് വന്ന് ആ വെള്ളമൊക്കെ കുടിച്ച് പാട്ട് പാടാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത പ്രശ്നം എന്ത് ചെയ്തത്? എന്റെ കൂടെ നിങ്ങളുണ്ടോ? തുരുതര അടി എന്ന് പറയുമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടതല്ലേ? രാവിലെ ഖത്തറിലുള്ള, ഉച്ചയ്ക്ക്
ഷാജി പറഞ്ഞു നമ്മുടെ റൊട്ടേഷൻ കണക്കിനാണ്. ഈ ഡ്യൂട്ടി കിട്ടുന്നവരാ ഡ്യൂട്ടി ടൈമിൽ കയറി എന്ത് ചെയ്യുക, ഒരുത്തന് തോന്നുന്നു എന്നാ പിന്നെ ഇന്നിടത്തോണ്ട് ഒരാൾക്കും വേണ്ട ഇപ്പുറത്തോട്ട് തുരുതുരയായിരുന്നു ഇല്ലേ? എല്ലാവരും കൂടെ ഉണ്ടോ? സ്തോത്രം. ഈ പ്രശ്നങ്ങളും ഇങ്ങനെ നമ്മൾ ഒരു പ്രതീക്ഷിക്കാതെ ഒന്ന് ആശ്വാസം പ്രാപിക്കുന്ന സമയത്താണ് അടുത്തത് എന്ത് ചെയ്യുന്നത്? അവിടെ ദൈവം പ്രതീക്ഷ സാരമില്ല, ഒന്നുമില്ലായ്മ പാറ പൊട്ടിച്ച് ഞാൻ കൈനകത്തുനിന്ന് വെള്ളം തന്ന ദൈവം പ്രവർത്തിക്കുമെന്ന് ഇവര് പറയുമെന്നാ. ഇത് പറയിപ്പിക്കാനാ ദൈവം വെയിറ്റ് ചെയ്യുന്നത്. സാരമില്ല, എന്റെ ദൈവം പ്രവർത്തിക്കും, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എന്റെ ദൈവം. ഇത് ഇവരുടെ വാഗൊണ്ട് പറയാനാണ്. സത്യം പറഞ്ഞാൽ 40 വർഷം നോക്കിയിട്ട് ആര് തോറ്റു? ഒന്നെങ്കിലും ഒന്ന് പറഞ്ഞേ, ഈ വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് പറ. സാരമില്ല, എന്റെ ദൈവം പ്രവർത്തിക്കും. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവമേ നാളെ ഇതിനെ നടത്താൻ വിശ്വസ്തനാണെന്ന് ഒന്ന് പറഞ്ഞ് നാവ് തുറന്നൊന്ന് പറഞ്ഞ് എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇതിനകത്ത് തന്നെ പുറത്ത് കൊണ്ടുവരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എനിക്ക് ജയം നൽകാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്നലകളിൽ പാറയെ പിളർന്ന് വെള്ളം തന്നവൻ ഈ യുദ്ധത്തിനകത്തും എന്നെ ജയിപ്പിക്കാൻ വിശ്വസ്തനാണ്. പറയിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചത്, പക്ഷേ ആ ശ്രമത്തിൽ ദൈവം പരാജയപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. ദൈവം മോശയോട് പറഞ്ഞ നിയോഗം അനുസരിച്ച് യോശുവയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ഇതിന്റെ പിന്നിൽ വെളിപ്പെടുമേ. മോശ അധികാരത്തോടെ പറയുന്നത് ഒരു ചെറിയ സെലക്ട് നമ്പർ ആളുകളെ, എത്ര പേരെന്ന് അവിടെ എഴുതിയിട്ടില്ല, സെലക്ട് ചെയ്ത് ഒരുപക്ഷെ 300 400 പേരുടെ കൊച്ചു സംഘമാണ് ഈ യോശുവ താഴ്വരയിലേക്ക് ഇറങ്ങി. എന്തിനെന്നറിയാമോ? യുദ്ധം ചെയ്യാന്. പക്ഷേ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, യുദ്ധം ചെയ്താൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഇതിന്റെ പിന്നിൽ എന്ത് ചെയ്യണം? ചില യാഗപീഠങ്ങളെ ജയിക്കണമെങ്കിൽ, ചില രഫീദീമുകളെ ജയിക്കണമെങ്കിൽ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ സന്നിധി ഇടിവിൽ നിൽക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് രാവിലെ സഭയോട് ദൈവാത്മാവ് പറയും, ഇതിനകത്ത് ചില പ്രാർത്ഥന പോരാളികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. മുഴങ്കാല് നിൽക്കാൻ, ഒറ്റയ്ക്ക് നിൽക്കാമെന്ന് വിചാരിക്കണ്ട. ദൈവത്തിന്റെ സ്തോത്രം. സമ്പത്തുള്ളത് കൊണ്ടോ ഹോളുള്ളത് കൊണ്ടോ കാസ്റ്റുള്ളത് കൊണ്ടോ നിൽക്കാമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ പറയുന്നത് ഇഷ്ടമാണോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു പാസ്റ്റർ ഉള്ളത് കൊണ്ടോ ഹോള് കിട്ടിയത് കൊണ്ടോ നിൽക്കാമെന്ന് കരുതണ്ട. അത്യാവശ്യ സാമ്പത്തിക നന്മ ദൈവം തന്നതുകൊണ്ട് നിൽക്കാമെന്ന് കരുതണ്ട. ഇതിനകത്ത് മുഴങ്കാല് നിൽക്കാൻ പ്രാർത്ഥിയുള്ള ചില പോരാളികളെ ആത്മനിയോഗത്തോടെ ഞാൻ ഇതോട് പറയുന്നത്, പ്രാർത്ഥിക്കാൻ, കരയാൻ, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ അമാലേക്കിനെ ജയിക്കണമെങ്കിൽ, തകർക്കണമെങ്കിൽ, യാഗപീഠത്തിൽ ജയത്തിന്റെ കൊടി ഉയർത്തണമെങ്കിൽ സമർത്ഥന്മാരെ മാത്രമല്ല ദൈവത്തിന് ആവശ്യം. ഇടിവിൽ നിന്ന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പാസ്റ്ററെ ഞാൻ റെഡിയാ എന്ന് തന്നെ ഇടത്തോടെ പറയാൻ എത്ര ദൈവം തയ്യാറാകും? വീഴണമെന്നേ, പ്രാർത്ഥനകൾ ഉയരണമെന്നേ, പ്രാർത്ഥനയുടെ വരങ്കര ഉയരണമെന്നേ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചന ശബ്ദം പോലെ വിളിച്ചു പറയുക, നമുക്കൊറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. എത്ര പേരുടെ അകത്ത് ഈ ദൂത് കയറുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിലരുടെ അകത്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ എനിക്കത് മതി. പക്ഷെ ഇന്ന് മുതൽ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നത്, പ്രാർത്ഥനയാലല്ലാതെ ഈ രഫീദീമിനെ ജയിക്കാൻ പറ്റില്ലെന്നേ. ബുദ്ധി കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ കഴിയില്ലെന്നേ. ഒരു നല്ല ലീഡർ ഉള്ളത് കൊണ്ട് നീ ജയിക്കില്ല. ഏറ്റവും ശക്തനായ ഒരു നേതാവാണ്, സ്ട്രോങ് ലീഡറാണ്. പക്ഷെ സ്ട്രോങ് ലീഡർ ഉള്ളതുകൊണ്ട് നീ ജയിക്കില്ല. അടുത്തത്, ആൾബലം ഉള്ളത് കൊണ്ട് നീ ജയിക്കില്ല. റിസോഴ്സ് ഉള്ളത് കൊണ്ട് നീ ജയിക്കില്ല. വെള്ളിയും പൊന്നൊക്കെ ആയിട്ടല്ലേ യാത്ര ചെയ്തേ? അത്യാവശ്യ സമ്പത്തൊക്കെ ദൈവം കൊടുത്തു. 530 വർഷത്തെ കണക്ക് തീർത്താ കൊടുത്തത്. പക്ഷെ റിസോഴ്സ് ഉള്ളത് കൊണ്ട് നീ ജയിക്കില്ല. യുദ്ധം ചെയ്യാൻ അറിയുന്ന 300 പേര് താഴ്വരയിൽ ഉണ്ടെന്നേ, സാരമില്ല.
പാടില്ല. അതുകൊണ്ട് നീ ജയിക്കില്ല. നീ ജയിക്കണമെങ്കിൽ മുഴങ്കാലി മടക്കി യാഗപീഠത്തിന് മുമ്പിൽ കരയാൻ മനസ്സുള്ള ചിലരെയെങ്കിലും ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചന ശബ്ദം പോലെ ഇന്ന് മുതൽ ഈ ദൂത് ഏറ്റെടുത്ത് എത്ര പേർക്ക് നിയോഗത്തോടെ പറയാൻ കഴിയും? I am ready, Lord. മുഴങ്കാലിൽ നിൽക്കാൻ ഞാൻ റെഡിയാണ്. ഈ രഫീദിന്റെ ചരിത്രം അവസാനിപ്പിക്കാൻ പദ്ധതിയിടുന്ന പൈശാചിക ശക്തികളുടെ മുമ്പിൽ യാത്ര മുന്നോട്ട് നീങ്ങണമെങ്കിൽ കരയാൻ മനസ്സുള്ള ചിലർ. ഞാൻ ആരുടെ കൈ മുക്കിക്കും, പക്ഷെ ഇന്ന് രാവിലെ ചില തീരുമാനങ്ങൾ എടുക്കപ്പെടണം. ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്, കരയുവാൻ ഞാൻ റെഡിയാണ്, ഈ ദൈവജനത്തിന് വേണ്ടി ഇടവിൽ നിൽക്കാൻ ഞാൻ റെഡിയാണ്, സഭയ്ക്ക് വേണ്ടി ഇടവിൽ നിൽക്കാൻ ഞാൻ റെഡിയാണ്. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല എന്ന് പറഞ്ഞൊരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ യാഗപീഠത്തിന്റെ മുൻപിൽ മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറി. ശ്രദ്ധിച്ചേക്കണം. മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറി. എന്തിനാ കയറി? പ്രാർത്ഥിക്കാനാ കയറിയത്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു പദം നമുക്ക് കാണാതറിയാം. മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കരം താഴുമ്പോൾ, പ്രാർത്ഥനയുടെ കരം താഴുമ്പോൾ അമാലേക്യർ ജയിക്കും. അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. മോശയുടെ പ്രാർത്ഥനയുടെ കരം എവിടൊക്കെ ഉയർന്നിരുന്നോ അവിടെ എല്ലാം ദൈവത്തിന്റെ ജനത്തിന് എടുക്കുക. എല്ലാവർക്കും കരയാൻ പറ്റില്ല, എല്ലാവർക്കും ഇടവ് നിൽക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കണം. ആ കൈയൊന്ന് തളരാൻ തുടങ്ങിയപ്പോൾ ഒരഹരോന് പോരും കയറി. പ്രാർത്ഥിക്കുന്നവര് ചിലപ്പോൾ ക്ഷീണിക്കും. കൈ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്നവനെ ക്ഷീണമുള്ളൂ. അവൻ മാനസികമായി തളരും. അവൻ മുൻനിര പോരാളിയാ. അവനാ അമ്പേക്കുന്ന പുറകെ നിൽക്കുന്നവൻ അത് ഏക്കില്ല. ദൂതിന്റെ ആഴം മനസ്സിലായോ? ശ്രദ്ധിക്കണം. പുറകെ നിൽക്കുന്നവനെ കുത്ത് കേറില്ല. രക്തത്താൽ ജയമിടുകയാണ്. മിസൈലൊക്കെ പായുമ്പോ വീട്ടിനകത്ത് കയറി ഇരിക്കുന്നവൻ എന്തില്ല, പക്ഷെ പുറത്ത് നിൽക്കുന്നവന് മുറിവേക്കും. അവിടെ അവർ അഹരോന് ഊരിൽ കയറി താങ്ങി. ഇതൊരു കൃപയല്ലേ? പ്രാർത്ഥിക്കുന്നവനെ താങ്ങാനൊരു സംഭവം ഉണ്ടാകണം. ടീമർക്ക് എന്ത് ചെയ്യുന്നത്? അവര് തീരുമാനിച്ച് ഈ കൈ താഴാൻ പാടില്ല. ഞങ്ങൾ പരാജയപ്പെടാൻ പാടില്ല. അതിന്റെ കൂടെ ചിലരും കൂടെ ചേരാൻ തുടങ്ങി. ആ മൂവ്മെന്റ് ഒരു അനുഗ്രഹമായി മാറി. ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവമക്കളെ, ഈ 10, 25, 30 ലക്ഷം പേരുള്ള വലിയൊരു സമൂഹം അല്ലേ? ഒരു 300-400 പേരെ താഴ്വരയിൽ നിന്ന് ഫൈറ്റ് ചെയ്യും. 3 പേര് മലയുടെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കും. മോശയും അഹരോനും. ഈ ബാക്കി 99.9% വരുന്ന ജനം എന്ത് ചെയ്യുക? കുറച്ചു പേര് ഫൈറ്റ് ചെയ്യുന്നു, കുറച്ചു പേര് മേളിൽ പ്രാർത്ഥിക്കുന്നു, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? ഒന്ന് പറഞ്ഞേ. ആൻസർ വന്നു. എന്ത് ചെയ്യുമായിരിക്കും? ഇങ്ങനൊരു വാക്യം വായിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ യഹോവ നിശ്ചയൊക്കെ ആദ്യം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒരു വൈദ്യുണ്ട്, പെട്ടെന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായം കാഴ്ചക്കാരായിട്ട് അല്ലേ? 3 പേര് പ്രാർത്ഥിക്കുക, 300-400 പേര് ഫൈറ്റ് ചെയ്യുക, ബാക്കി മഹാഭൂരിപക്ഷവും ഞങ്ങൾക്ക് ഇതിനകത്തൊരു. നമ്മൾ ഈ 3 കാറ്റഗറിയിൽ ഏതിനകത്താ? കൈയൊന്നും പോക്കണ്ട. യോഗം കഴിയുമ്പോ പറഞ്ഞിട്ട് ആ ഈ സഭയ്ക്കകത്ത് ഞാൻ ഏത് കൈ പോലും തരാതെ പൊക്കളെ. ഈ 3 കാറ്റഗറി നമ്മുടെ ഇതിനകത്താണ്. നമ്മുടെ കാഴ്ചക്കാരാണോ അതോ പർവ്വതത്തിന്റെ മുകളിലാണോ? അല്ല, താഴ്വരയിലാണോ?
രാവിലെ ആ ചിന്ത നിങ്ങൾക്ക് വിട്ടുതരും. കർത്താവ് ആഗ്രഹിക്കുന്നു. ചിലരെ കൈപൊക്കാൻ വേണം, ചിലരെ പ്രാർത്ഥിക്കാൻ വേണം, ചിലരെ ഫൈറ്റ് ചെയ്യാൻ വേണം. Are you ready? Are you ready? നിങ്ങൾ തയ്യാറാണോ? ദൈവസഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് പോരാടാൻ നിങ്ങൾ റെഡിയാണോ? കണ്ണുകളൊന്നും അടച്ചൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ, അതിനുള്ളൊരു കൃപ, അതിനുള്ളൊരു അഭിഷേകം, അതിനുള്ളൊരു ബലം എനിക്ക് തരണമെന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചന ജോലി ജനത്തെ അനുഗ്രഹിക്കുന്നു. ഓ, ചില രഫീദീപുകളെ അതിജീവിപ്പാൻ, ചില രഫീദീപുകളെ ജയിപ്പാൻ, ഓ, യാഗപീഠത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമാണ്. ഈ സഭയ്ക്കകത്ത് ചിലരെ കർത്താവ് അതിനായി ഒരുക്കണം. പോരാടുന്ന, ഫൈറ്റ് ചെയ്യുന്ന, മുന്നിൽ നിന്ന് കരയുന്ന, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. രഫീദി ഞങ്ങൾക്കൊരു പരാജയമല്ല, രഫീദി ഞങ്ങൾക്കൊരു നിസിയാണെന്ന് ഇന്ന് പകൽ വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ജയത്തിന്റെ കൊടികൾ വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്ത് ഉയരട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.